എൻ്റെ പൊന്നു മക്കളെ, ഈ നട്ടപ്പുറ വെയിലത്ത് എന്തോയിന് വെയിലും കൊണ്ട് നടക്കുവാന്നാ ഞാൻ ആലോചിക്കുന്നത്. എൻ്റെ പൊന്നോ, വെയിലെന്നൊക്കെ പറഞ്ഞാൽ മരണ വെയിൽ. എന്തൊരു വെയിലല്ലേ, നമുക്കിപ്പോൾ പുറത്തോട്ട് പോലും ഇറങ്ങാൻ പറ്റത്തില്ല, അത്ര വെയിൽ. ഞാൻ നേരെ SM-ലോട്ട് പോവുകയാണ്. ആ വെളിയിൽ നിന്നപ്പോൾ ഉള്ള കാറ്റടി, എൻ്റെ ദൈവമേ, സ്വർഗം കിട്ടിയ പോലായിരുന്നേ അങ്ങോട്ട് കയറുമ്പം. പിന്നെ നേരെ ഞാനൊരു വൈറ്റ് ഷർട്ട് എടുക്കാമെന്ന് വിചാരിച്ചാണ് പോയത്. വൈറ്റ് ഷർട്ട് നോക്കി 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 നിൽക്കുവാണ്. പക്ഷേ എന്തോ എനിക്ക് ആ വൈറ്റ് ഷർട്ട്, ഞാൻ ഉദ്ദേശിച്ച മോഡൽ ഷർട്ട് എനിക്ക് കിട്ടിയില്ല. ഞാൻ അവിടെ കിടന്ന് എല്ലാ വൈറ്റ് ഷർട്ടും ഇട്ടേ നോക്കിച്ച്, പക്ഷേ എന്തോ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ നമ്മൾ കണ്ണാടി കണ്ടാൽ വെറുതെ വിടത്തില്ലല്ലോ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വേറൊരു കളർ ഷർട്ടാണ് എടുത്തത് കേട്ടോ. ഞാൻ അതിപ്പോൾ അതിനകത്ത് കാണിക്കാവേ. അതുകൊണ്ട് ഇതാണ് ഞാൻ എടുത്ത ഷർട്ട്. പിന്നെ അതിന് പറ്റിയൊരു പാൻറ്റ് വേണമല്ലോ എന്ന് ഓർത്ത് അത് തപ്പിക്കൊണ്ട് നടക്കലായിരുന്നു അടുത്ത പണി. അങ്ങനെ അത് രണ്ടും കെട്ടി സെറ്റായി. പിന്നെ ഞാൻ നോക്കിയപ്പോൾ വീണ്ടും എനിക്ക് വേണ്ടി ഒരു കണ്ണാടി. പിന്നെ ഞാൻ ഓർത്ത് എനിക്ക് വേണ്ടി വന്നില്ലേ, മൊത്തത്തിൽ എന്നെ അങ്ങ് ഷൂട്ട് ചെയ്യാമെന്ന്. അത് കഴിഞ്ഞ് പിന്നെ വീട്ടിലിടാനുള്ള പാൻറ്റും ഉടുപ്പൊക്കെ നോക്കുമായിരുന്നു. പിന്നെ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല, കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന കളറല്ലായിരുന്നു അവിടെ കിടന്നേക്കെ, വേറെ ഏതൊക്കെയോ കളറ്. അങ്ങനെ നേരെ ഞാൻ ബില്ലടിച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ ഊഴമാണല്ലോ, നമുക്ക് എടുക്കണമല്ലോ. അങ്ങനെ എനിക്ക് എടുക്കാൻ വേണ്ടി വന്നു. ഞാൻ എന്തുമാത്രം ചുരിദാർ വെച്ച് നോക്കി, എന്തോ എനിക്കങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ ബക്കറ്റിൽ കിടന്നത് മൊത്തം തിരയുമായിരുന്നു. അവസാനം ഞാൻ അവിടെ മടക്കി വെച്ച് ഈ ചേട്ടൻ എനിക്ക് തോന്നുന്നു എന്നെ പറഞ്ഞു വിടാൻ വേണ്ടി എങ്ങോട്ട് അത് കൊള്ളാം ഇത് കൊള്ളാം മോളങ്ങ് എടുത്തോ എന്നായിരുന്നു. പിന്നെ ഞാൻ എടുക്കാതെ നമ്മൾ വരത്തില്ലല്ലോ. നമ്മൾ അവസാനം ഇതാണ് എടുത്തത്. അത്രയും ഒരു 10-12 ചുരിദാർ നോക്കി അവസാനം എനിക്ക് കിട്ടിയത് അതാണ്. പണ്ടൊക്കെയെന്ന് പറഞ്ഞാൽ ഞാനൊന്നും ഇതിനൊന്നും മെനക്കെടേണ്ട ആവശ്യമില്ല. ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്ക് അമ്മ എനിക്കുള്ള ചുരിദാറും സാധനങ്ങളും എല്ലാം റെഡിയാണ് നമ്മുടെ വീട്ടിൽ. ഇപ്പം അമ്മയില്ലാത്തതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ തന്നെ പോകണം. പിന്നെ അവിടെ നിന്ന് വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴും ആ കാറ്റ് കുറച്ച് നേരം ഞാൻ നിന്നിക്കൊണ്ട്, എൻ്റെ മോനെ എന്തോ അടിപൊളി കാറ്റായിരുന്നു. നേരെ ഫ്രൂട്ട്സ് കടയിൽ ചെന്ന്, കാരണം ഈ ചൂടത്തൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് കഴിക്കണമല്ലോ, നമ്മുടെ ആരോഗ്യം കൂടെ നമ്മൾ നോക്കണമെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ അവിടെ നിന്ന് നേരെ കുറച്ച് മാങ്ങയാണ് ഞാൻ മേടിച്ചത്. കർപ്പൂര മാങ്ങ, സെറ്റപ്പ് മാങ്ങ കേട്ടോ. നിങ്ങളാരെങ്കിലും മേടിച്ച് കഴിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും കഴിക്കണം. പിന്നെ വീട്ടിലേക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ മേടിച്ച്. ഇവിടെ നല്ല ഫ്രഷ് പച്ചക്കറിയാണ് കിട്ടുന്നത്. കഴിച്ചല്ലോ? അയ്യോ, സമയം 3 മണി ആയല്ലോ. നമ്മൾ എന്തെങ്കിലുമൊക്കെ കഴിക്കത്തില്ലേ, നമുക്ക് വേണ്ടിയല്ലേ അവരും ചിലപ്പോൾ ഈ വെയിലൊക്കെ കൊണ്ട് കഷ്ടപ്പെടുന്നത്. അപ്പോൾ അവർ കഴിച്ചോന്നെങ്കിലും ചോദിക്കാനുള്ള മനസ്സ് നമുക്ക് വേണം. പിന്നെ ഞാൻ നേരെ ചട്ടിച്ചോറാണ് ഓർഡർ ചെയ്തത്. ഞാൻ ഈ ചട്ടിച്ചോറ് കണ്ടപ്പോൾ മൊത്തം കഴിക്കണമെന്നുള്ളൊരു ലക്ഷ്യത്തിലായിരുന്നു. പക്ഷേ എന്തോ എനിക്ക് ഇത്രയും കറികൾ ഒന്നിച്ച് കഴിക്കാനുള്ള ഒരു മാനസികാവസ്ഥയില്ല. പിന്നെ മന്തി ഓർഡർ ചെയ്ത് അതും കുറച്ച് ടേസ്റ്റ് ചെയ്തു.